ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നത് കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാനും ഭർത്താവും കൂടി ഗവി കുമളി വഴി യാത്ര ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ആണിത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ തന്നെ ഞങ്ങൾ പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് 6:30ക്കുള്ള ബസ്സിനായിരുന്നു കയറിയത്. ഇത് ഗവി കുമളി വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. രാവിലെ തന്നെ ആദ്യത്തെ ബസ് 5:30-നായിരുന്നു. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അതിൽ ധാരാളം തിരക്കുണ്ടായതുകൊണ്ട് വലിയ തിരക്ക് പിടിച്ച് പോകണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ 6:30 ബസ്സിനാണ് പോയത്. കറക്റ്റ് 6:35 ആയപ്പോഴത്തേക്കും വണ്ടിയൊക്കെ എടുത്തു. ഇങ്ങനെ വണ്ടിയിൽ പോകുന്നതാണ് കാണുന്നത്. ഫാമിലിയുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും വന്നവരൊക്കെ ഉണ്ടായിരുന്നു അതിൽ. ബസ് റൂട്ട് എന്ന് പറഞ്ഞാൽ വടശ്ശേരിക്കര, പെരുന്നാട്, ചിറ്റാറ, ആങ്ങമൂഴി, ഗവി വഴി കുമളിയിലേക്കാണ് പോകുന്നത്. ഗവി പാക്കേജുള്ള ബസ് മാത്രമേ ഈ സ്ഥലങ്ങളിൽ നിർത്തി നമ്മളെ കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റുകയുള്ളൂ. ഇത് ഗവി കുമളി ബസ് ആയതുകൊണ്ട് വണ്ടി പോകുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഓരോ വ്യൂസ്. പത്തനംതിട്ട ജില്ലയിലാണെങ്കിലും ഈ ജില്ലയിലുള്ള അധികം പേരും വിസിറ്റ് ചെയ്യാത്ത ഒരു സ്ഥലം കൂടിയാണിത്. നിന്നപ്പോഴാണ് KSEB ക്യാൻറ്റീനിലേക്ക് നമ്മുടെ ബസ്. KSEBക്കാർ നടത്തുന്ന ഈ ക്യാൻറ്റീനിൽ നിന്ന് നമുക്ക് ഇഷ്ട രീതി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് ഗവി കുമളി ബസ്. കുറേയധികം ഡാം പാസ് ചെയ്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതാണ് മൂഴിയാർ ഡാം. പ്രത്യേകത എന്ന് വെച്ചാൽ ധാരാളം വളവുകളും തിരിവുകളുമുള്ള ഈ റോഡിൽ ചുറ്റും വനങ്ങളായി ചുറ്റപ്പെട്ടതാണ്. പ്രത്യേക ഭംഗിയാണ് ഇതെല്ലാം കാണാൻ. ഒരു അടിപൊളി വ്യൂസാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ. കാണുന്നതാണ് കക്കി ഡാം. ഇതിൻ്റെ ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഇവിടെ നിർത്തിയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും സമയം തന്നിട്ടില്ലായിരുന്നു. വണ്ടി മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് വീഡിയോ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഷേക്കും കാര്യങ്ങളും ഉള്ളത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഗവിയിലെ ചെക്ക് പോസ്റ്റിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കുറച്ചു നേരം വണ്ടി പിടിച്ചിടും. എന്നിട്ടാണ് ഗവിയുടെ മെയിൻ എൻട്രൻസിലൂടെ നമ്മളെ കടത്തി വിടുന്നത്. ഓർഡിനറി ഫിലിമൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. റോഡിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിന് മാത്രമേ കടന്നു പോകാമെന്നുള്ള രീതിയിലാണ്. ആന, കടുവ തുടങ്ങിയ വന്യമൃഗങ്ങൾ റോഡിലേക്ക് ഇറങ്ങുന്നതൊക്കെയും യാത്രക്കാരെ വീഡിയോ എടുക്കുന്നതിനും കാണുന്നതിലൊക്കെയും സന്തോഷപ്പെടുത്തുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്കൊന്നും അങ്ങനെയുള്ള മൃഗങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും തന്നെ അവിടെയുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു. അങ്ങനെ നീണ്ടു നിന്ന 7 മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ കുമളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അധികം ലെങ്ത് ആയതുകൊണ്ട് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.